ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പോർട്ടിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആപ്പിൽ നിന്നും, ഒരു RBI അപ്രൂവ്ഡ് NBFCയിൽ നിന്നും ഇൻകം പ്രൂഫോ മറ്റ് വരുമാന രേഖകളോ ഒന്നും തന്നെ ഇല്ലാതെ 25,000, 50,000, 2 ലക്ഷം രൂപ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ആദ്യം കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. അങ്ങനെ അവർ പ്രൂഫും കാര്യങ്ങളും അയച്ചു തന്നപ്പോഴാണ് നമ്മൾ സാധാരണ ട്രോളിൽ കേൾക്കുന്നത് പോലെ, എന്താ പറയുന്നത്, നിങ്ങൾ ഞെട്ടും എന്ന് പറയുന്ന പോലെ ആ ഒരു അവസ്ഥയിലായി ഞാൻ. കാരണം ഇൻകം പ്രൂഫ് ഇല്ലാതെ ഈ ഒരു ആപ്പ് എങ്ങനെയാണ് ഇത്രയും ക്യാഷ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. അപ്പോൾ 3 പേർക്ക് ലോൺ അപ്രൂവൽ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 പേരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മെസ്സേജ് അലേർട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ അവരെ വിളിച്ചപ്പോൾ 2 പേര് പറഞ്ഞു നമുക്ക് സാലറി ഇല്ല. അതിലൊരാൾ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ്. പിന്നെ ഒരാൾക്ക് ചെറിയൊരു ഒരു തട്ടുകട പോലത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഒരാൾ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് വെച്ചാൽ സാലറി സ്ലിപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ ഒന്നും തന്നെയില്ല. അദ്ദേഹം കയ്യിലാണ് സാലറി മേടിക്കുന്നത്. അതായത് കയ്യിൽ സാലറി മേടിക്കുന്നത് നമുക്ക് സാലറി ഇല്ല എന്ന രീതിയിൽ അപൂർവം ചില ബാങ്കുകൾ മാത്രമേ ഈ കയ്യിൽ മേടിക്കുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കുകയുള്ളൂ. ഈ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിക്കും ഹൗസ് ലോണിനും ഒക്കെ ചില ബാങ്കുകൾ കൊടുക്കുന്നുണ്ട് കയ്യിൽ മേടിക്കുന്ന ആൾക്കാർക്ക് സാലറി. അല്ലാതെ ചില ക്രെഡിറ്റ് കാർഡോ പേഴ്സണൽ ലോണോ കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട സാലറി സ്ലിപ്പ് തന്നെ വേണം. പിന്നെ യൂസ്ഡ് കാർ ലോണും ന്യൂ കാർ ലോണും 10 ലക്ഷത്തിനുള്ളിൽ സാലറി ഇല്ലാതെ കിട്ടും. നോ ഇൻകം പ്രൂഫ് ക്രൈറ്റീരിയയിൽ കിട്ടും. അതിന് മുകളിലാണെങ്കിൽ സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളും ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ സസ്പെൻസ് കളയുന്നില്ല. ആരും തെറി വിളിക്കരുത്. എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ട്രൂ ബാലൻസ് തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൽ ലോൺ കിട്ടിയ, ഞാൻ സാലറി ഇല്ലാതെ ലോൺ കിട്ടിയ ഈ 3 പേരെയും വിളിച്ചു. അപ്പോൾ ഒരാൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അവരുടെ ആ ഒരു പ്രൈവസി മാനിക്കണമല്ലോ. 2 പേർ ക്ലിയർ ആയിട്ട് പറഞ്ഞു, സാറേ ഞാനിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു തട്ടുകട നടത്തുകയാണ്. വേറൊരാൾ ആ രീതിയിലും പറഞ്ഞു. അദ്ദേഹം റബ്ബർ ടാപ്പിംഗ് വർക്കറാണ് എന്ന് പറഞ്ഞു. 3ാമത്തെ ആൾ ഞാൻ അധികം ചോദിച്ചില്ല. അദ്ദേഹത്തിനെ കുഴപ്പിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് സാലറി ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു ഡീറ്റെയിൽസ് വെച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 2 ലക്ഷം രൂപ കിട്ടിയ ആളുടെ ആ ഒരു ഡീറ്റെയിൽസ്. അത് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ഞാനും അതിശയിച്ചു പോയി. ഇത് എന്തുകൊണ്ടാണ് 2 ലക്ഷം രൂപ കിട്ടിയത്. അദ്ദേഹത്തിന് ഒരുവിധം ആവറേജ് സിബിൽ കാണും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ ബാങ്കിങ് കാണും, അല്ലെങ്കിൽ മുൻപെടുത്ത ഏതെങ്കിലും 2-3 ലോൺ എടുത്ത് ആ ട്രാക്ക് പക്കയായിരിക്കണം. അപ്പോൾ കാർ ലോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോൺസുകളോ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടിയോ എടുത്തിട്ട് ഒരു EMI പോലും ഡ്യൂ ആക്കാതെ കറക്റ്റ് സമയത്തിന് അടച്ച വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ എടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ് പ്രീ ക്ലോസ് ചെയ്ത ആളായിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ലോൺ കൊടുക്കൂ എന്നാണ് എൻ്റെ ഒരു ചിന്ത. എല്ലാവർക്കും കിട്ടണമെന്നില്ല. അപ്പം നിങ്ങളിൽ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാലറി ഇല്ലാതെ ഏറ്റവും കൂടുതൽ ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും ഈ റെഫർ ചെയ്യാൻ പറ്റില്ല ട്രൂ ബാലൻസ്. കാരണം 100 പേർ അപ്ലൈ ആണെങ്കിൽ ഒരു 8-10 പേർക്ക് ചിലപ്പോൾ 1 ലക്ഷം രൂപ, 50,000 രൂപ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ലക്ഷം രൂപ ഇങ്ങനെ ലോൺ കിട്ടും. ഇത് ശരവണ എന്ന് പറയുന്ന ആൾക്ക് ലോൺ കിട്ടിയതാണ്. ഏകദേശം 50,000 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ടാപ്പ് ചെയ്യുന്ന ആ ഒരു വർക്കറിനാണ് ഈ ഒരു എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഷമീർ ഖാൻ എന്നൊരു വ്യക്തിക്കാണ് 50,000 രൂപ കിട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹവും സാലറീഡ് അല്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടുതൽ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പ്രൈവസി കാര്യങ്ങളൊന്നും ഈ ഒരു ലോണിനകത്തുള്ള മറ്റ് പ്രൈവസിയും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂസ് ചെയ്യുന്നില്ല. പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചില ആപ്ലിക്കേഷനിൽ, ചില RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ലോൺ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫതക് പേ, റുപ്പി റെഡി, അതേപോലെ തന്നെ പിന്നെ സ്റ്റാഷ് ഫിൻ ഇങ്ങനെയുള്ള ആപ്പിലേക്ക് ക്യാഷ് ചോദിക്കും. ചെറിയ എമൗണ്ട്, അതായത് 199 രൂപ. ഫതക് പേയിലേക്ക് 199 രൂപ, മറ്റേ ആപ്പിലേക്ക് 200, 299, 499 ഇങ്ങനെ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ലോൺ അപ്രൂവലായി ലോൺ തരാൻ വേണ്ടിയാണ് ഈ പൈസ ചോദിക്കുന്നതെന്ന് ആരും ചിന്തിക്കരുത്. അവർ ലീഗലി തന്നെയാണ് ഇത് ഈ ഒരു ഫെസിലിറ്റി റൺ ചെയ്യുന്നത്. ലോൺ തരാൻ വേണ്ടി മാത്രമല്ല, ലോൺ തരാൻ വേണ്ടിയല്ല നിങ്ങളിൽ നിന്ന് മേടിക്കുന്നത്. അവരുടെ ഏറ്റവും താഴെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. അത് നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ ഫുൾ ഡേറ്റ. സത്യം പറഞ്ഞാൽ സിബിൽ സ്കോർ പുള്ളി ചെയ്യുന്നതിന് ഇത് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പക്ഷേ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം അവർ സിബിൽ സ്കോർ
പുള്ളിയാനാണ് ഇത്രയും എമൗണ്ട് മേടിക്കുന്നത്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറഞ്ഞാണ് ഇത്രയും എമൗണ്ട് മേടിക്കുന്നത്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ ബേസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടാനോ കിട്ടാതിരിക്കാനോ ചാൻസ് ഉണ്ട്. പക്ഷേ ആ അടച്ച പൈസ തിരിച്ച് കിട്ടത്തില്ല, റീഫണ്ട് കിട്ടില്ല. അങ്ങനെ ഒരു 100-200ഓളം പേര് എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ഈ പ്രോസസ്സിംഗ് ഫീസ് മുന്നേറി മേടിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ, RBI അപ്രൂവ്ഡ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലുള്ളൊരു കളിയാണ് ഈ എന്താ പറയുന്നത് ഈ ഒരു സിബിൽ പുള്ളിയാൻ വേണ്ടി ഫുൾ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 199 രൂപ 200 രൂപ കട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്താ സബ്സ്ക്രിപ്ഷൻ മന്ത്ലി ഇങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയില്ല ചില സമയത്ത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ ക്യാഷ് റോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ട്രൂ ബാലൻസ്, ബ്രാഞ്ച് അല്ലെങ്കിൽ യൂണിപേ ചെക്ക് ഇങ്ങനെയുള്ള ആപ്പുകളിൽ 3 EMI, ഉദാഹരണത്തിന് അവർക്ക് 30,000 രൂപയ്ക്ക് 3 EMI 10,000 വെച്ചാണ് EMI വരുന്നത്. ഫസ്റ്റ് മാസത്തെ EMI അടച്ചു. അപ്പോൾ സെക്കൻഡ് മാസം അവർ എന്താ പറയുന്നത് ഈ 2 EMI കൂടെ ഒരുമിച്ച് അടയ്ക്കാൻ നിൽക്കും. ഓക്കെ, അത് ട്രൂ ബാലൻസിലായിക്കോട്ടെ, ബ്രാഞ്ചിലായിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിപേ ചെക്കിലായിക്കോട്ടെ, വേറെ ഏതെങ്കിലും ആപ്പിലായിക്കോട്ടെ. അപ്പോൾ ഇവർ ഒരുമിച്ച് അടയ്ക്കുന്ന സമയത്ത് മിക്ക ആപ്പും ഒരു 50% ഈ ഒരു RBI അപ്രൂവ്ഡ് NBFCയും അവരെ ബ്ലോക്ക് ചെയ്യുകയാണ് പതിവ്, എത്ര സിബിൽ സ്കോർ ഉണ്ടെങ്കിലും. അത് അവരുടെ ഒരു പോളിസി ആയിപ്പോയി, അത് നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അവരുടെ റോളിങ്ങും ഇതിൽ എനിക്ക് തോന്നി ഈ ഒരു ചാനലുള്ള ഒട്ടുമിക്ക ആൾക്കാരുടെയും കുറച്ച് സിബിൽ പോയിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ബ്രാഞ്ചിൽ നിന്നെടുത്ത് ട്രൂ ബാലൻസിലടയ്ക്കും, ട്രൂ ബാലൻസിൽ നിന്നെടുത്ത് ഫതക് പേയിലടയ്ക്കും, അങ്ങനെ അടച്ചടച്ച് റൗണ്ട് ചെയ്താണ് പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് ബ്ലോക്ക് ആണെങ്കിൽ പിന്നെ നമുക്ക് നല്ല പണി കിട്ടി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഒരിക്കലും അടയ്ക്കാതിരിക്കുക. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ സമയത്ത് മാത്രം അടയ്ക്കുക, അല്ലെങ്കിൽ നമുക്ക് നല്ല ഫിനാൻഷ്യൽ ബർഡൻ വരും. കാരണം ഇത്രയും പൈസയൊക്കെ ഒരുമിച്ച് അടയ്ക്കുമ്പോൾ നമ്മൾ പുതിയ എമൗണ്ട് ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 70,000 കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടയ്ക്കുന്നത്. പക്ഷേ നിങ്ങളിത് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു ബർഡൻ തന്നെയാണ്. മറ്റ് ഫിനാൻസ് എല്ലാം മുടങ്ങും, സിബിലും പോകും. അങ്ങനെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സിബിൽ ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നിങ്ങൾ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ EMI എന്നാണോ ആ ടൈമിൽ അടയ്ക്കുക. ഓക്കെ, ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഇതേപോലെ തന്നെ സിബിൽ കുറഞ്ഞ് ലോഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, പുതിയ ആപ്ലിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവ് ഏരിയാസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ സെക്കൻഡറി ചാനലിൽ നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റിയ ഏറ്റവും വലിയ തട്ടിപ്പ്, അതായത് ഒരു 8-9 ലക്ഷം രൂപ ഒരാൾ തട്ടിച്ചു. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എൻ്റെ സെക്കൻഡറി ചാനലിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാനത് കൊടുക്കുന്നതാണ്. എങ്ങനെയാണ് തട്ടിച്ചതെന്നും ക്ലിയർ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ ചാനലൊന്ന് എല്ലാവരും ഒന്ന് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.